കർക്കിടകത്തിൽ നല്ല ആരോഗ്യത്തിനായിട്ട് എള്ള് ഇതുപോലെ കഴിക്കാം. അതിനായിട്ട് 250 ml കപ്പിന് 2 കപ്പ് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1/4 കപ്പോളം നിലക്കടല ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പോളം അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് റോസ്റ്റ് ആയതിന് ശേഷം ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/4 കപ്പോളം ബദാം ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബദാം ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതും മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ ഡ്രൈ ആവാനായിട്ട് വെച്ചിരുന്ന എള്ള് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എള്ള് പൊട്ടി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 8-10 ഏലക്ക തൊലി കളഞ്ഞ് അതും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതും പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഇതിൽ ചേർക്കാനുള്ള കരിപ്പെട്ടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കരിപ്പെട്ടിയുടെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. കരിപ്പെട്ടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയും എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം. ഇതും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. 2 ബാച്ചായിട്ട് ഞാൻ എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ എള്ളുണ്ട പെട്ടെന്ന് കേട് വന്നു പോകും. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന കരിപ്പെട്ടി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന എള്ള് ചേർക്കുകയാണ്. അതിനുശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. ഈ ഉണക്കമുന്തിരി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. കർക്കിടകത്തിൽ മാത്രമല്ല, ദിവസവും എള്ള് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്.